ഹലോ മക്കളെ, അപ്പൊ നമ്മള് വെൻ പീപ്പിൾ റിബൽ 1857 ആൻഡ് ആഫ്റ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മള് ഇന്ത്യയില് ഉള്ള ആൾക്കാര് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് റൂളിങ് അല്ലെ, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള നയങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഏതെല്ലാം രീതിയിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ആണ് പ്രതിഷേധം അറിയിച്ചുകൊണ്ടിരുന്നത്, ഇതിനെ എങ്ങനെയൊക്കെയാണ്, ഇതിലേക്ക് ആരൊക്കെയാണ് ഇതിന് ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഇത്തരം കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ അപ്രൈസിംഗ് സ്പ്രെഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ആൻഡ് after the British were routed from Delhi, there was no uprising for almost a week. It took that much time for news to travel. Then, as part of mutinies began, regiment after regiment mutinied and took off to join other troops at nodal points like Delhi, Kanpur and Lucknow. After them, the people of the towns and villages also rose up in rebellion and rallied around local leaders, zamindars and chiefs who were prepared to establish their authority and fight the British. അപ്പം ആൾക്കാര് വളരെ രീതിയിൽ എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷ് റിബല്യൻ വേണ്ടിയിട്ട് ആഫ്റ്റർ ദം ദ ബ്രിട്ടീഷ് പീപ്പിൾ ഓഫ് ദ ടൗൺസ് ആൻഡ് വില്ലേജസ് ഓൾസോ റോസ് അപ്പ് ഇൻ റിബല്യൻ അല്ലെ. അപ്പം ആൾക്കാര് മൊത്തത്തിലായിട്ട് അല്ലെ, ഹോൾ ഒരു യൂണിറ്റി ആണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് നാനാ സാഹിബ്, ദ അഡോപ്റ്റഡ് സൺ ഓഫ് ദ ലേറ്റ് പേഷ്വ Baji Rao Bose, who lived near Kanpur, gathered armed forces and expelled the British garrison from the city. He proclaimed himself Peshwa. He declared that he was a governor under Emperor Bahadur Shah Zafar. He proclaimed himself Peshwa and he declared that he was a governor under Emperor Bahadur Shah Zafar. Arana Nana Sahib. Nana Sahib, the adopted son of the late Peshwa Baji Rao. And അപ്പം ആൾക്കാര് വീണ്ടും അല്ലെ, in Lucknow, Burjis Khader, the son of the deposed Nawab Wajid Ali Shah, was proclaimed the new Nawab. ലക്നൌല് പുതിയൊരു നവാബ് വരികയാണ്, that is Burjis Khader. He too acknowledged the suzerainty of Bahadur Shah Zafar. His mother Begum Hazrat Mahal. Important ആയിട്ടുള്ള പേരാണ്. His mother Begum Hazrat Mahal took an active part in organizing the uprising against the British. In Jhansiയിൽ ആരായിരുന്നു? Rani Lakshmi Bai. In Jhansi, Rani Lakshmi Bai joined the rebel sepoys and fought out British along with Tandia Topi, the general of Nana Sahib. അപ്പം ജാൻസിയില റാണി ലക്ഷ്മി ബായ് joined the rebel sepoys and fought the British. ആരുടെ കൂടെ? താന്തിയ തോപ്പിയും ഉണ്ടായിരുന്നു, the general of Nana Sahib. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ 1857 ആ ഒരു ടൈം പീരീഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്ത ആൾക്കാർ, അത്രയും സ്ട്രോങ് ആയിട്ടല്ലേ, വേൾഡിൽ തന്നെയും വളരെ കൊളോണിയലിസത്തിന് വളരെ സ്ട്രോങ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തൊരു ടൈം പീരീഡാണ്. അതിന് മുൻകൈ നിന്ന ആൾക്കാരുടെ പേരുകളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. In the Mandla region of Madhya Pradesh, Rani Avandibai Lodhi of Ramgarh raised and led an army of 4,000 അല്ലെ, 4,000 ആൾക്കാരുള്ള ഒരു ആർമി ലീഡ് ചെയ്തു against the British who had taken over the administration of her state. അല്ലെ, അവരുടെ അധികാരം, അവരുടെ സ്റ്റേറ്റിന്റെ അധികാരം എടുത്തിട്ടുള്ള ആൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് 4,000 പീപ്പിളിനെ അറേഞ്ച് ചെയ്തിട്ടാണ് അവിടെ ഒരു പ്രൊട്ടസ്റ്റ് വന്നിട്ടുള്ളത്. The British were greatly outnumbered by the rebel forces. അല്ലെ, അവര് എക്സ്പെക്ട് പോലും ചെയ്യുന്നില്ല അല്ലെ, ഇത്രയും സ്ട്രോങ് ആയിട്ട് ഓർഗനൈസ് ആയിട്ട് ഇത്രയും ആൾക്കാർ ഒരുമിച്ച് നിന്ന് ഇപ്പൊ കുറച്ച് ആൾക്കാർ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്താണ്, അവരുടെ ഫോഴ്സ് വെച്ചാൽ അവർക്ക് അത്രയും മിലിറ്ററി ഫോഴ്സ് ഉണ്ട്, അവർക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് റിബല്യൻ ആണ് അല്ലെ, അപ്പൊ അവര് തീർച്ചയായിട്ടും പേടിക്കേണ്ടിയിരിക്കുന്നു അല്ലെ. സോ അവർ ഇത്രയും എക്സ്പെക്ട് ചെയ്യുന്നില്ല. They were defeated in a number of battles.
റെബൽസ് അല്ലെ, ഒരുപാട് ഓഫീസേഴ്സിനെ കൊല്ലുന്നു, ഒരുപാട് സ്ഥലത്ത് അവരുടെ പ്രോപ്പർട്ടീസ്, അവരുടെ ബിൽഡിങ്സ് ഒക്കെ തീ കൊളുത്തുന്നു എന്ന് പറയുമ്പം അവർ ഒരുപാട് സ്ഥലത്ത് അവിടെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ. And this convinced the people that the rule of the British had collapsed for good and gave them the confidence to take the plunge and join the uprising. അപ്പം വീണ്ടും വീണ്ടും ബ്രിട്ടീഷുകാരിങ്ങനെ പരാജയപ്പെടുന്ന കാണുമ്പം ആൾക്കാർക്കും ഒരു കോൺഫിഡൻസ് കിട്ടുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഒരു ഭരണം ഇവിടുന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ആൾക്കാർക്ക് വരികയാണ് ചെയ്യുന്നത്. So, a situation of widespread popular uprising developed in the region of Awadh in particular. അപ്പം അവധില് അതെ ഒരു വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഓപ്പോസിഷനും കാര്യങ്ങളൊക്കെ വരികയാണ്. On 6 August 1857, we find a telegram sent by Lieutenant Colonel Titler to his commander-in-chief expressing the fear felt by the British. എന്താണ് അദ്ദേഹം പറയുന്നത്? Our men are cowed by the numbers opposed to them and the endless fighting. Every village is held against us. The zamindars have risen to oppose us. അല്ലെ, എല്ലാ ആൾക്കാരും നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. എല്ലാ ആൾക്കാരും, എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെ. വില്ലേജസ്, every village is held against us. The zamindars have risen to oppose us എന്നുള്ള ഒരു കോട്ട്. Many new leaders came up. For example, Ahmadullah Shah, a Maulavi from Faizabad, prophesied that the rule of the British would come to an end soon. അപ്പം അവരുടെ വിശ്വാസമാണ് എന്താണ്? അഹമ്മദുള്ള ഷാ പറയുന്നത് റൂൾ ഓഫ് ദ ബ്രിട്ടീഷ് വുഡ് കം ടു ആൻ എൻഡ് സൂൺ അല്ലെ. ബ്രിട്ടീഷുകാരുടെ ഭരണം ഇതാ അവസാനിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്, ഇതാ ഇപ്പൊ അവസാനിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്കേ ബ്രിട്ടീഷുകാരെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇവിടുന്ന് അവരുടെ റൂളിംഗ് കംപ്ലീറ്റ് ആയിട്ട് നിലയ്ക്കുമെന്നാണ് പറയുന്നത്. He caught the imagination of the people and raised a huge force of supporters. He came to Lucknow to fight the British. അദ്ദേഹം ലക്നൌവിൽ വന്നിട്ട് ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാണ്. In Delhi, a large number of Ghazis or religious warriors came together to wipe out the white people. White people എന്ന് പറയുന്നത് ബ്രിട്ടീഷേഴ്സിനെയാണ് പറയുന്നത്. അപ്പൊ ബ്രിട്ടീഷേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെ, നമ്മൾ ഓരോ സ്ഥലമായിട്ടല്ലേ, അവധിലായിക്കോട്ടെ, അപ്പം ഓരോ സ്ഥലത്തായിട്ട് ഓരോരോ പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ നിന്നൊക്കെ എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അവരുടെ ഓഫീസേഴ്സിനെ കൊല്ലുന്നു. അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വലിയൊരു മാസ് മൂവ്മെന്റ് ആണ്. ഇന്ത്യ ഇതുവരെ ഇങ്ങനത്തെ ഒരു അല്ല ഇത്രയും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ഇന്ത്യ ഇതുവരെ കടന്നു ചെന്നിട്ടില്ല. ഓക്കെ. Bakht Khan, a soldier from Barli, took charge of a large force of fighters who came to Delhi. He became a key military leader of the uprising. Appam Bakht Khan. In Bihar, an old zamindar, Kanwar Singh, joined the rebels opposed and battled over the British for many months. Appam ബിഹാറിലത് അങ്ങനെ ഓരോരോ സ്ഥലത്തും എന്ത് ചെയ്യാണ് ആൾക്കാർ അല്ലെ, ഓരോരോ കുഞ്ഞു സ്ഥലത്തു നിന്നും ആൾക്കാർക്ക് വീണ്ടും വീണ്ടും അല്ലെ, ഓരോ വട്ടം ആൾക്കാർ മാസമായിട്ട് പ്രതിഷേധിക്കുമ്പോഴും ബ്രിട്ടീഷുകാർ അവിടെ ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് അവരുടെ വീണ്ടും വീണ്ടും അവരുടെ അല്ലെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബ്രിട്ടീഷ് റൂളിംഗ് ഒഴിവാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു ചിന്തയിലാണ് എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാർ എന്ത് ചെയ്യാണ്, പ്രൊട്ടസ്റ്റ് ചെയ്യാണ്. ലീഡേഴ്സ് ആൻഡ് ഫൈറ്റേഴ്സ് ഫ്രം അക്രോസ് ദി ലാൻഡ് ജോയിൻ ദി ഫൈറ്റ്. അപ്പൊ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ ഈ ഫൈറ്റിൽ ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് ദ ഫിഗർ ഓഫ് ഇമേജ് ഓഫ് റാണി ലക്ഷ്മി ബൈ അല്ലെ, ഝാൻസി റാണിയുടെ ഫോട്ടോയാണ് ഈ കാണുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ പല സ്ഥലത്തു നിന്നും ആൾക്കാർ എന്ത് ചെയ്യാണ്, ബ്രിട്ടീഷേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷേഴ്സ് ഓരോ വട്ടവും അവർക്ക് അവരുടെ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് അവരുടെ ആധിപത്യം അല്ലെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മാസമായിട്ടുള്ളൊരു പ്രതിഷേധം, അവർ ഇതുവരെ കാണാത്തൊരു പ്രതിഷേധം അല്ലെ. പറഞ്ഞു അല്ലെ, നമ്മളുടെ എല്ലാ ആൾക്കാരും നമുക്ക് എഗെയിൻസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പം അത് കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പം ഇതിന് ബ്രിട്ടീഷുകാര് തിരിച്ചടിക്കാൻ തുടങ്ങുകയാണ് അല്ലെ. ഇത്രയും ആൾക്കാര് നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാര് ഇത്രയും മാസമായിട്ട് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് കമ്പനി ഫൈറ്റ്സ് ബാക്ക്.
അവര് തിരിച്ച് ആഞ്ഞടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ. Unnerved by the scale of the upheaval, the company decided to repress the revolt with all its might. അല്ലെ, കമ്പനി decided to repress the revolt. അപ്പം അതിനെ വേണ്ടിയിട്ട് brought reinforcements from England, passed new laws so that the rebels could not conduct with ease, and then moved into the storm centers of the revolt. Delhi was recaptured from the rebel forces in September 1857. അല്ലെ, അപ്പം അവര് ഡൽഹി തിരിച്ചെടുക്കുകയാണ്. ഡൽഹി വാസ് റീക്യാപ്ചേർഡ് ഫ്രം ദ റിബൽ ഫോഴ്സസ് ഇൻ സെപ്റ്റംബർ 1857. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, മെയ് മാസത്തിലാണ് അല്ലെ, മെയ് 10 അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ ആയ സമയത്ത് എന്താണ്, ഒരു 3 മാസത്തോളം അല്ലെ, അത്രയും കാലം ബ്രിട്ടീഷേഴ്സിന് അഗെയിൻസ്റ്റ് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു rebel ഉണ്ടായിരുന്നു. And Delhi was captured from the rebel forces in September 57. And the last Mughal emperor Bahadur Shah Zafar was tried in court and sentenced to life imprisonment. ലാസ്റ്റ് മുഗൾ എംപറർ ആയിട്ട് നേരത്തെ പ്രതിഷേധിച്ചുകൊണ്ടിരുന്ന അല്ലെ, അത്രയും അല്ലെ സിപ്പോയിസ് ഒക്കെ പോയിട്ട് എന്താണ് അവരുടെ എംപറർ ആവണമെന്ന് പറഞ്ഞിട്ടുള്ള ആളായിരുന്നു ബഹദൂർ ഷാ സാഫർ, who was tried in court and sentences to life imprisonment. He and his wife Begum Zeenat Mahal were went to prison in Rangoon in October 1858. Bahadur Shah Zafar died in the Rangoon jail in November 1862. ബഹദൂർ ഷാ സാഫർ ജയിലിൽ വെച്ചിട്ട് മരിക്കുകയാണ് ചെയ്യുന്നത്. And the recapture of Delhi, however, did not mean that the uprising died down. After that, people continued to resist and battle the British. The British had to fight for 2 years to suppress the massive forces of popular uprising. അപ്പം ബ്രിട്ടീഷുകാർക്ക് അല്ലെ ഈ ഒരു കാര്യം അവർക്ക് ബ്രിട്ടീഷുകാർക്ക് റൂൾ എടുക്കാൻ വേണ്ടിയിട്ട് 2 years എടുത്തു. ആൻഡ് ലക്നൗ വാസ് ടേക്കൺ ഇൻ മാർച്ച് 1858 അവര് ലക്നൗ തിരിച്ചെടുക്കുന്നത്. ആൻഡ് റാണി ലക്ഷ്മി ബായ് വാസ് ഡിഫീറ്റഡ് ആൻഡ് കിൽഡ് ഇൻ ജൂൺ 1858. അപ്പം ലക്നൗ എടുത്തു മാർച്ച് 1858. റാണി ലക്ഷ്മി ബായ് അല്ലെ, വളരെ ധീരയായിട്ടുള്ള ഒരു വനിതയായിരുന്നു. പക്ഷെ അദ്ദേഹം എന്തായിപ്പെട്ടു, ഡിഫീറ്റ് ആയിപ്പോയി. ആൻഡ് കിൽഡ് ഇൻ ജൂൺ 1858. എ സിമിലർ ഫേറ്റ് awaited റാണി അവന്തി ബായ്, who after initial victory in Kheri chose to embrace death when surrounded by the British on all sides. അപ്പം റാണി അവന്തി ബായിയും ലാസ്റ്റ് ഡെത്ത് ആവുന്നുണ്ട്. ആൻഡ് Tandiya Topi escaped to the jungles of central India and continued to fight a guerrilla war with the support of many tribal and peasant leaders. അപ്പം താന്തിയ തോപ്പി ഉണ്ടായിരുന്നു. അദ്ദേഹം എങ്ങോട്ടേക്ക്, കാടുകളിലേക്ക് പോയിട്ട് അല്ലെ ഒളിപ്പോർ അല്ലെ ഗൊറില്ല യുദ്ധം കണ്ടക്ട് ചെയ്തു. ആൻഡ് ഹി വാസ് ക്യാപ്ചേർഡ്, ട്രൈഡ് ആൻഡ് കിൽഡ് ഇൻ ഏപ്രിൽ 1859. അദ്ദേഹത്തിനെയും ക്യാപ്ചർ ചെയ്തിട്ട് കിൽ ചെയ്തു. ഓക്കെ. Just as victories against the British had earlier encouraged uprising, the defeat of rebel forces encouraged desertions. The British also tried their best to win back the loyalty of the people. They announced rewards for loyal landholders would be allowed to continue to enjoy traditional rights over their lands. അപ്പം ബ്രിട്ടീഷേഴ്സ് എന്താണ് ഇത്രയും പ്രതിഷേധം നടത്തിയിരുന്ന ലീഡേഴ്സിനെ ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ട് കൊന്നു കളഞ്ഞു. ആൻഡ് അവർക്ക് അവരുടെ ഒരു കോളനിയലിസം അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു അധികാരം അവർ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെ അവർക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, അവരവരുടെ ബെസ്റ്റ് ചെയ്തു ടു വിൻ ബാക്ക് ദ ലോയാലിറ്റി ഓഫ് ദി പീപ്പിൾ അല്ലെ. പീപ്പിളിന്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം ട്രൈ ചെയ്തു. ആൻഡ് ദേ അനൗൺസ്ഡ് റിവാർഡ്സ് അല്ലെ, അവർ ലോയൽ ലാൻഡ് ഹോൾഡേഴ്സിനൊക്കെ റിവാർഡ്സ് കൊടുക്കാന്ന് പറഞ്ഞു അല്ലെ. അവർക്ക് അവരുടേതായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള റൈറ്റ്സ് എല്ലാം കൊടുക്കാം എന്നുള്ള രീതിയിലൊക്കെ ബ്രിട്ടീഷുകാർ വീണ്ടും ആൾക്കാരുടെ അടുത്തേക്ക് പോവുകയാണ്. ആൻഡ് ദോസ് who had rebelled
were told that if they submitted to the British and if they had not killed any white people, they would remain safe and their rights and claims to land would not be denied. അല്ലെ, അവർ വീണ്ടും അധികാരത്തിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ബ്രിട്ടീഷുകാര്. ആൻഡ് അവരെന്ത് പറഞ്ഞു, ആരാണോ റിബൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്, told that if they submitted to the British, ബ്രിട്ടീഷുകാർക്ക് കിട്ടുകയാണെങ്കിൽ അവർ ഒരു ബ്രിട്ടീഷുകാരെയും കൊന്നിട്ടില്ല അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ they would remain safe and their rights and claims to land would not be denied. അല്ലെ, അവർക്ക് അതിനുള്ള അവരുടെ ലാൻഡ് ഒന്നും എടുക്കില്ല, അവർക്ക് അവരുടെ റൈറ്റിൽ പോവാമെന്നുള്ളൊരു അഗ്രിമെന്റ്. ആൻഡ് nevertheless hundreds of sepoys, rebels, nawabs and rajas were tried and hanged. പക്ഷെ ഒരുപാട് ആൾക്കാർ അല്ലെ, നൂറുകണക്കിന് അധികാരികള്, നവാബുകള്, രാജാവുകള്, എല്ലാ ആൾക്കാരും എന്തായിപ്പോയി, ഹാങ് ചെയ്യപ്പെട്ടു. ഓക്കെ, സോ അങ്ങനെയാണ് ബ്രിട്ടീഷുകാര് ഈ ഒരു ഇതിനെ അവര് തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ മാത്ത് British had regained control of the country by the end of 1859. അല്ലെ, 1859 എൻഡില് ബ്രിട്ടീഷുകാർ അവരുടെ പവർ ഒക്കെ റിഗൈൻ ചെയ്യാണ്. ബട്ട് ദേ കുഡ് നോട്ട് ക്യാരി ഓൺ റൂളിംഗ് ദ ലാൻഡ് വിത്ത് ദ സെയിം പോളിസീസ് എനിമോർ. അല്ലെ, അവരുടെ ലാൻഡിന്റെ സെയിം പോളിസീസ് തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇനിയും കാലം ഇവിടെ ഭരിക്കാൻ വേണ്ടി പറ്റത്തില്ല എന്ന് അവർ മനസ്സിലാക്കി. ആൻഡ് ഗിവൺ ബിലോ ആർ ദ ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ദാറ്റ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ബ്രിട്ടീഷ്. അപ്പം ബ്രിട്ടീഷുകാര് ഈ ഒരു പ്രതിഷേധത്തിന് ശേഷം വീണ്ടും പിടിച്ചടക്കിയ സമയത്ത് അല്ലെ, അവർക്ക് അവരുടെ അധികാരം നഷ്ടപ്പെട്ടില്ല എന്ന് കണ്ട സമയത്ത് അവര് ഇതുവരെയുള്ള നിയമങ്ങൾ ഇനിയും കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവര് അവരുടെ നിയമങ്ങളിലൊക്കെ കുറച്ച് ചേഞ്ചസ് വരുത്തുകയാണ്. അതിനകത്ത് ഒന്നാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത്, the British Parliament passed a new act in 1858 and transferred the powers of the East India Company to the British Crown. അപ്പം അവര് ബ്രിട്ടീഷ് പാർലമെന്റ് ഒരു നിയമം കൊണ്ടുവരികയാണ് ഇൻ 1858. അതുവരെ ഇന്ത്യയിൽ അധികാരം ഉണ്ടായിരുന്നത് ആർക്കായിരുന്നു? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായിരുന്നു. കമ്പനിയുടെ അധികാരം 1858 ഈ ഒരു നിയമപ്രകാരം ആർക്ക് കിട്ടുകയാണ്? ട്രാൻസ്ഫർ ടു ബ്രിട്ടീഷ് ക്രൗൺ. അല്ലെ, ബ്രിട്ടീഷ് ക്രൗണിന് കിട്ടുകയാണ്. ഇൻ ഓർഡർ ടു എൻഷുർ എ മോർ റെസ്പോൺസിബിൾ മാനേജ്മെന്റ് ഓഫ് ഇന്ത്യൻ അഫയേഴ്സ്. അപ്പം ഇന്ത്യൻ അഫയേഴ്സിന് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള അല്ലെ കുറച്ചും കൂടി ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഭരണം ബ്രിട്ടീഷ് ക്രൗണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ ചേഞ്ച് വരുത്തുന്നത്. A member of the British cabinet was appointed Secretary of State for India. ഒരു ബ്രിട്ടീഷ് ക്യാബിനറ്റ് മെമ്പറിനെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആയിട്ട് അപ്പോയിന്റ് ചെയ്തു and made responsible for all matters related to the governments of India. He was given a council to advise him called the India Council, and the Governor General of India was given the title of Viceroy. ഇന്ത്യയുടെ ഗവർണർ ജനറൽ മാറിയിട്ട് ടൈറ്റില് വൈസ്രോയി ആക്കി. ദാറ്റ് ഈസ് എ പേഴ്സണൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദി ക്രൗൺ. അല്ലെ, ഒരു ക്രൗണിന്റെ ഒരു പേഴ്സണൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വൈസ്രോയിനെ നിയമിച്ചു. Through these measures, the British government accepted direct responsibility for ruling India. അപ്പം ഇങ്ങനത്തെ ഒരു ചേഞ്ച് കാരണം അല്ലെ വൈസ്രോയിനെ നിയമിച്ചു, അതിനുവേണ്ട ഒഫീഷ്യൽസിനെ ഒക്കെ നിയമിച്ചു. ഇന്ത്യയുടെ ഒരു റൂളിംഗ് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ബ്രിട്ടീഷ് ക്രൗണിലേക്ക് വരുന്നൊരു ചേഞ്ച് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അല്ലെ, അവരത് ആക്സെപ്റ്റ് ചെയ്യാണ്. അല്ലെ, ഇന്ത്യനെ ഭരിക്കുന്നത് നമ്മളാണെന്നുള്ളൊരു ഇതാണ് അവിടെ ബ്രിട്ടീഷുകാർക്ക് വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, all ruling chiefs of the country were assured that their territory would never be annexed in future. They were allowed to
pass on their kingdoms to their heirs, including adopted sons. അപ്പം എല്ലാ റൂളിംഗ് ചീഫ്സ് ഓഫ് ദ കൺട്രിക്കും അവർക്ക് ഒരു അഷറൻസ് കൊടുക്കുകയാണ്, അവരുടെ ടെറിട്ടറി ഒരിക്കലും അനക്സ് ചെയ്യില്ല എന്നുള്ളൊരു അഷറൻസ് കൊടുക്കുകയാണ്. അവർക്ക് അവരുടെ കിങ്ഡംസ് അവരുടെ ഹെയർസിന് വേണ്ടിയിട്ടും ആൻഡ് ഓൾസോ അവരുടെ ഈവൺ അഡോപ്റ്റഡ് സൺ ആണെങ്കിൽ അതിനും കൊടുക്കാമെന്നുള്ളൊരു റൂളിംഗ് വരികയാണ്. However, they were made to acknowledge the British Queen as their sovereign paramount. Thus, the Indian rulers were to hold their kingdoms as subordinates of the British crown. അപ്പം എന്തുണ്ടെങ്കിൽ അത് ബ്രിട്ടീഷ് ക്രൗണിന്റെ കീഴിൽ തന്നെയായിരിക്കും അപ്പോഴും അത് വരുന്നുണ്ടാവുന്നുണ്ട്. പക്ഷേ അവർക്ക് കുറച്ചും കൂടി അല്ലെ അവർ പിടിച്ചടത്ത് വെച്ച അത്രയും സ്വാതന്ത്ര്യമല്ല, കുറച്ചൊന്ന് അയവ് ചെയ്തു കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത്, it was decided that the proportion of Indian soldiers in the army would be reduced and the number of European soldiers would be increased. It was also decided that instead of recruiting soldiers from Awadh, Bihar, Central India and South India, more soldiers would be recruited from among the Gurkhas, Sikhs and Pathans. അപ്പം അവര് മൂന്നാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യൻ പ്രപ്പോർഷൻ അല്ലെ സോൾജേഴ്സിൽ അല്ലെ ഇന്ത്യൻ സോൾജേഴ്സിന്റെ പ്രപ്പോർഷൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചിട്ട് യൂറോപ്യൻ സോൾജേഴ്സിന്റെ എണ്ണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെ. ഇപ്പം ഇന്ത്യൻ സോൾജേഴ്സിന്റെ എണ്ണം അവരുടെ ആർമിയിൽ കുറച്ചിട്ട് യൂറോപ്പിൽ നിന്ന് ആൾക്കാര് കൂടുതലായിട്ട് റിക്രൂട്ട് ചെയ്യുക. ആൻഡ് അവർ സെലക്ട് ചെയ്യുന്ന സോൾജേഴ്സ് നേരത്തെ അവധൊക്കെ ആയിരുന്നു അല്ലെ, അവധ് ബീഹാർ അങ്ങനത്തെ സ്ഥലങ്ങളായിരുന്നു കുറച്ചും കൂടി അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോൾജേഴ്സിന് വേണ്ടിയിട്ട്. പക്ഷേ ഗൂർഖാസിനെയും സിക്കിനെയും ഒക്കെ കൂടുതലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. നെക്സ്റ്റ് ഒരു ചേഞ്ച് എന്ന് പറയുന്നത്, നാലാമത്തെ ചേഞ്ച്, the land and property of Muslims was confiscated on a large scale and they were treated with suspicion and hostility. The British believed that they were responsible for the uprising in a big way. അപ്പം മുസ്ലിംസിന്റെ ലാൻഡും പ്രോപ്പർട്ടിയും ഒക്കെ എന്ത് ചെയ്യാണ്, കോൺഫിസ്കേറ്റ് ചെയ്യാണ്. ആൻഡ് അവർക്ക് ഒരു എന്താണ് ഒരു ആധിപത്യം അല്ലെ അത് കൊടുക്കാത്ത രീതിയിൽ ആ ഒരു ചേഞ്ച് കൊണ്ടുവരികയാണ്. അത് അപ്പം ആർമിയിലുള്ള ചേഞ്ച്, അതോറിറ്റിയിലുള്ള ചേഞ്ച് ഒക്കെ ആയിട്ട് അവർ ഓരോരോ ചേഞ്ച് ആയിട്ട് കൊണ്ടുവരികയാണ്. അഞ്ചാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത്, ദ ബ്രിട്ടീഷ് ഡിസൈഡഡ് ടു റെസ്പെക്ട് ദ കസ്റ്റമറി റിലീജിയസ് ആൻഡ് സോഷ്യൽ പ്രാക്ടീസസ് ഓഫ് ദ പീപ്പിൾ ഇൻ ഇന്ത്യ. അപ്പം അവര് അതുവരെയുള്ള സമയത്തല്ലേ ഇന്ത്യക്കാരുടെ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് വളരെ അത്ര സിവിലൈസ്ഡ് അല്ല, അല്ലെങ്കിൽ അത്ര ഒരു ശരിയല്ല എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അവരത് ആക്സെപ്റ്റ് ചെയ്യാണ്. എന്താണ്, they decided to respect the customary religious and social practices of Indians. And last എന്ന് പറയുന്നത്, policies were made to protect landlords and zamindars and give them security of rights over their lands. അല്ലെ, ഈ zamindaarsനൊക്കെ അവർക്ക് അവരുടെ ഒരു ഭാഗം സേഫ് ആക്കാനുള്ള പോളിസീസ് അല്ലെ, ജമീന്ദാസിനൊക്കെ ആ ഒരു പവർ കൊടുത്തിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. Thus, a new phase of history began after 1857. അപ്പം അതിനുശേഷം വേറൊരു തരത്തിലാണ് ഇന്ത്യയുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ പോകുന്നത്. ഇപ്പം ഇതിനുശേഷം ഈ ഒരു 1857 ശേഷം ഉണ്ടാവുന്ന ചേഞ്ചസ് എങ്ങനെയാണ് ആൾക്കാർ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നതെന്നൊക്കെ 1857 ശേഷമുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ ഒരു ചേഞ്ച് അല്ലെ, ഇത് വളരെ ശക്തമായിട്ടുള്ള ഒരു ചേഞ്ച് ആണ് അല്ലെ. അതുവരെ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ ഒരു സംഘടിത കലാപമായിട്ട് മാറുകയാണ് അല്ലെ. അത്രയും ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കലാപമാണ് അല്ലെ, അത്രയും വലിയൊരു റിബല്യൻ. സോ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ബ്രിട്ടീഷുകാർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാര്, ഫൈറ്റ് ചെയ്യാനുള്ള കാരണം അല്ലെ, ബ്രിട്ടീഷുകാർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ, ഈവൻ സെപ്പോയ്സ് ഒക്കെ എന്തിനു വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തു, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഏതൊക്കെ എംപറേഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെ അധികാരികൾ എന്ത് ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷുകാർക്ക് അഗെയിൻസ്റ്റ് ആയിട്ടൊരു
സംഘടിതമായിട്ടുള്ള ഒരു കലാപം അല്ലെ, കുറെ ആൾക്കാരെ അല്ലെ 4000-ഓളം ആൾക്കാരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഓരോ ആൾക്കാർ അല്ലെ, അതിനകത്ത് സ്ത്രീ ഫീമെയിൽസിന്റെ ഒരു ഇൻഫ്ലുവൻസ്, ഇത്രയും കാര്യങ്ങൾ. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ബ്രിട്ടീഷുകാർ എങ്ങനെ ഫൈറ്റ് ചെയ്തു, ബ്രിട്ടീഷുകാർ വീണ്ടും അവർക്ക് 1857 ശേഷം ഉള്ള ചേഞ്ചുകൾ, ആ ഒരു ഫൈറ്റിന് ശേഷമുള്ള ചേഞ്ചുകൾ, അവർ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ അല്ലെ, ഇതൊരു റിബല്യന് ശേഷം അവർ കൊണ്ടുവന്നിട്ടുള്ള പുതിയ നയങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ട് വളരെ കഥ പോലെ വായിക്കാൻ പറ്റിയ ചെറിയൊരു ചാപ്റ്റർ ആണ്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.